സ്ഥിരത നിലനിർത്തേണ്ടത് വളരെ പ്രധാനമാണ്. നിങ്ങൾ അത് സ്ഥിരത നിലനിർത്തിയില്ലെങ്കിൽ അത് നിങ്ങളുടെ മുഴുവൻ ചാനലിനെയും നശിപ്പിക്കും. യൂട്യൂബ് വളരെ മത്സരാത്മകമാണ്. ചെറിയ യൂട്യൂബർമാരുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് കാഴ്ചക്കാർ വലിയ യൂട്യൂബർമാരുടെ വീഡിയോകൾ കാണാൻ മുഴുവൻ സമയവും ചെലവഴിക്കുകയും ആ വലിയ യൂട്യൂബർമാരുടെ വീഡിയോകളിൽ അവർ വളരെ സംതൃപ്തരാകുകയും ചെയ്യുന്നുവെങ്കിൽ ആ കാഴ്ചക്കാരിൽ ഭൂരിഭാഗത്തിനും നിങ്ങളുടെ ഉള്ളടക്കം പര്യവേക്ഷണം ചെയ്യാൻ ഒഴിവു സമയം ലഭിക്കില്ല എന്നതാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യൂട്യൂബ് അവിശ്വസനീയമാംവിധം മത്സരാത്മകമാണ്. കൂടാതെ മിക്ക കാഴ്ചകളും എല്ലാ വിഭവങ്ങളും ഉള്ളതും ഇതിനകം തന്നെ സ്ഥിരമായ പ്രേക്ഷകരുള്ളതുമായ വളരെ ചെറിയ ഒരുപിടി വലിയ ചാനലുകളിലേക്കാണ് പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന കാര്യം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ മത്സര പ്രശ്നം നിങ്ങളുടെ ചാനൽ പരാജയപ്പെടാൻ കാരണമാകും. നോക്കൂ, നമുക്ക് ഒരു മിനിറ്റ് സ്പോർട്സിനെ കുറിച്ച് ചിന്തിക്കാം. സ്പോർട്സ്, പ്രത്യേകിച്ച് എലൈറ്റ് തലത്തിൽ, അവിശ്വസനീയമാംവിധം മത്സരാത്മകമാണ്. APLലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, NBAലെ ചിക്കാഗോ ബുൾസ് പോലുള്ള ക്ലബ്ബുകൾ മറ്റ് ടീമുകളുമായി മത്സരക്ഷമത നിലനിർത്താൻ എല്ലാ വർഷവും അക്ഷരാർത്ഥത്തിൽ കോടിക്കണക്കിന് ഡോളർ ചെലവഴിക്കുന്നു. എന്നാൽ ഇതാ കാര്യം, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരത്തെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല. ചിക്കാഗോ ബുൾസ് എന്തുകൊണ്ട്? മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഹാരി മക്വയർ ഉള്ളതിനാൽ വ്യക്തമാണ്. എന്നാൽ ഗൗരവമായി പറഞ്ഞാൽ അവർ രണ്ടുപേരും എലൈറ്റ് സ്പോർട്സ് ടീമുകളാണെങ്കിലും അവർ പരസ്പരം നേരിട്ട് മത്സരിക്കുന്നില്ല. ബുൾസിന്റെ കടുത്ത ആരാധകർക്ക് യുണൈറ്റഡിനെ കുറിച്ച് താൽപ്പര്യമില്ലായിരിക്കാം, തിരിച്ചും, കാരണം അവർ രണ്ടുപേരും സ്പോർട്സ് ടീമുകളാണെങ്കിലും അവർ വ്യത്യസ്ത വിഭാഗങ്ങളിലാണ്. യൂട്യൂബിനും ഇത് ബാധകമാണ്. ഒരു വലിയ യൂട്യൂബറുമായി മത്സരിക്കുന്നതിന് നിങ്ങൾ അവരെപ്പോലെ തന്നെ ഉള്ളടക്കം സൃഷ്ടിക്കേണ്ടതുണ്ട്. അതിനാൽ നിങ്ങളുടെ ജോലി ഒരു വിഭാഗം അഥവാ നിച്ച് കണ്ടെത്തുക എന്നതാണ്. അവിടെ സ്ഥിരമായി ഉള്ളടക്കം അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബർമാരുടെ എണ്ണം വളരെ കുറവാണ്. അതിനാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ റിയൽ എസ്റ്റേറ്റും കാഴ്ചകൾ നേടാനുള്ള കഴിവുമുണ്ട്. ഈ രീതിയിലെ അടുത്ത പോയിന്റാണിത്. എന്നാൽ ഇതെല്ലാം ഒരു ആശയപരമായ സിദ്ധാന്തം പോലെ നല്ലതാണ്. ഇത് പ്രായോഗികമായി എങ്ങനെ പ്രയോഗിക്കാം? ശരി, എന്റെ യൂട്യൂബ് കോഴ്സിൽ ഈ കൃത്യമായ വിഷയത്തിൽ എനിക്ക് അക്ഷരാർത്ഥത്തിൽ നിരവധി മണിക്കൂർ പരിശീലനമുണ്ട്. കാരണം ശരിയായി നിച്ചിങ് അല്പം സങ്കീർണമാകാം. എന്നാൽ എന്റെ വിദ്യാർത്ഥികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രണ്ട് വലിയ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാം. ആദ്യം, നിങ്ങളുടെ ചാനലിനായി ഒരു സാധ്യതയുള്ള ഇടം വിലയിരുത്തുമ്പോൾ നിങ്ങൾ വിതരണവും ആവശ്യകതയും നോക്കാൻ ആഗ്രഹിക്കുന്നു. സപ്ലൈ എന്നത് നല്ല വീഡിയോകൾ ഒരു പ്രത്യേക സ്ഥലത്ത് നിർമ്മിക്കപ്പെടുന്നു. ഉദാഹരണത്തിന്, ഓൺലൈനിൽ എങ്ങനെ പണം സമ്പാദിക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോകൾ പതിവായി പോസ്റ്റ് ചെയ്യുന്ന നിരവധി വലിയ ചാനലുകൾ ഉണ്ടെങ്കിൽ ഓൺലൈനിൽ പണം സമ്പാദിക്കുന്ന സ്ഥലത്തിന് ഉയർന്ന തലത്തിലുള്ള വിതരണമുണ്ടെന്ന് നമുക്ക് പറയാം. അത്തരം വീഡിയോകൾ കാണാൻ ആഗ്രഹിക്കുന്ന കാഴ്ചക്കാരെയാണ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന്, ഓൺലൈനിൽ എങ്ങനെ പണം സമ്പാദിക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോകൾ കാണുന്ന ധാരാളം കാഴ്ചക്കാർ ഉണ്ടെങ്കിൽ ആ സ്ഥലത്തിനും ഉയർന്ന ഡിമാൻഡ് ഉണ്ടെന്ന് നമുക്ക് പറയാം. അതിനാൽ ഒരു ചെറിയ ചാനൽ എന്ന നിലയിൽ വളരെ വിജയകരമാകാൻ നിങ്ങൾ സാധാരണയായി അതേ സ്ഥലത്ത്